ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ സ്റ്റെയറിൻ്റെ അകത്ത് ഫുഡ് ലാമ്പ് സിസ്റ്റംസ്, അതുപോലെ തന്നെ 2-വേ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്, അതിന് ഫുഡ് ലാമ്പൊക്കെ എങ്ങനെ കൊടുക്കാം, എത്ര ഫുഡ് ലാമ്പ്സൊക്കെ കൊടുക്കാം, അത് ഏത് ഫുഡ് ലാമ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റെയർ മാക്സിമം ഒരു ബാക്കിലേക്ക് ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്പേസ് ഒട്ടും കഷ്ടപ്പെടാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഫുഡ് ലാമ്പ് സിസ്റ്റം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലാൻഡിങ്ങിൻ്റെ സെൻട്രലായിട്ട് വരുന്നുണ്ട്. ലാൻഡിങ്ങിൻ്റെ അടുത്തൊരു ഫുഡ് ലാമ്പ് സിസ്റ്റം, പിന്നെ അതുപോലെ തൊട്ട് മുകളിലായിട്ടൊരു സിസ്റ്റം, അതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ഫുഡ് ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ലെയറിൽ തന്നെ ഓരോ ഈക്വൽ ലെവലിലാണ് ഫുഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൊടുത്തിരിക്കുന്നത് 2-വേ വരുന്ന, അതായത് 2-വേ കൺട്രോളിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 2 മോഡുകൾ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 മോഡുകൾ ഫുഡ് ലാമ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4 മോഡുകളൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് വൃത്തികേടായിരിക്കും, കാരണം വെച്ചാൽ വലിപ്പം കൂടുതലായിരിക്കും. ഇത് 2 മോഡുകളുടെ ഫുഡ് ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെയാണ് ഫുഡ് ലാമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫുഡ് ലാമ്പ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്കർട്ടിങ് ഉണ്ടാവും. അതായത് ടൈലിൻ്റെ സ്കർട്ടിങ് ഉണ്ടാവും, ആ സ്കർട്ടിങ് ഗ്രാനൈറ്റിൻ്റെ സ്കർട്ടിങ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇതിപ്പോൾ 3 സ്റ്റെപ്പ് വരുന്ന ഫുഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ലോ ലൈറ്റ്, ഹൈ ലൈറ്റ്, അങ്ങനെ 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് വരുന്ന സ്വിച്ചാണ്. ഇത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ഫുഡ് ലാമ്പ് സിസ്റ്റമാണ്. അത്യാവശ്യം ഏകദേശം ഒരു 400 രൂപ റേറ്റ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ലാമ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും, സ്കട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം അറിയാൻ പറ്റും. ഒരു ഫുഡ് ലാമ്പിൽ നിന്നും ഏകദേശം നമ്മൾ ലെയറിൽ നിന്ന് ഒരു 10 ഇഞ്ച് ഹൈറ്റ് വേണം. നമ്മൾ ഈ പറയുന്ന 2 മോഡ്യൂൾ ബോക്സ് നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് വെക്കുന്ന സമയത്ത് 10 ഇഞ്ച് ഹൈറ്റെങ്കിലും കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ഗ്രാനൈറ്റ് വരും. അതായത് സ്റ്റെയർമെന്ന് 2 ഇഞ്ച് ഹൈറ്റിൽ ഗ്രാനൈറ്റ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ആവും. അതിൽ നിന്നും ഒരു 6 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചോ സ്കട്ടിങ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 2 മോഡ്യൂളുടെ ബോക്സ് ഈ സ്കർട്ടിങ്ങിൻ്റെ, അതായത് ടൈലിൻ്റെ സ്കർട്ടിങ്ങിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും സ്ഥലം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഈ പ്ലേറ്റ്, അതായത് ഈ പറയുന്ന ഫുഡ് ലാമ്പ് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ഫുഡ് ലാമ്പ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഏകദേശം തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ സ്റ്റെയറിൽ നിന്നൊരു 10 ഇഞ്ച് ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മോഡ്യൂൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫുഡ് ലാമ്പുകളെല്ലാം തന്നെ. പിന്നെ സ്റ്റെയർ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ നോക്കുക. സ്റ്റെയർ ചെയ്തിരിക്കുന്ന രീതി എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഗ്രാനൈറ്റുകളെല്ലാം അതിൻ്റെ ഗ്രൂ ചെയ്തിരിക്കുന്നത് കർവ് ചെയ്യാനല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും തുമ്പത്ത് മാത്രം ജസ്റ്റ് ഒരു കട്ടിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത്രയും ഭംഗി നമുക്ക് കാണാനുള്ള ഫീലിംഗ്, കാണാൻ നല്ല ഭംഗി കിട്ടാനും എല്ലാം കൊണ്ടും നല്ല രസമായിട്ട് കാണാനും എല്ലാം കൊണ്ടും കാണുന്നത്. ഈ കട്ടിങ് നമ്മൾ ഉരുട്ടി കളയുന്നതിലും നല്ലത് അത് ചെറിയ ഗ്രൂ അടിച്ച് ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് നേരെ താഴെ വന്ന ഫുഡ് ലാമ്പുകൾ ഓരോ സ്റ്റെപ്പായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ 2-വേ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു 4 മോഡ്യൂളിൻ്റെ ബോക്സ് ഇൻട്രൻസിലും, അതായത് ഫുഡ് ലാമ്പ് സ്റ്റെയർ തുടങ്ങുന്ന സ്ഥലത്തും ഏറ്റവും മുകളിൽ സ്റ്റെയർ അവസാനിക്കുന്ന സ്ഥലത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫുഡ് ലാമ്പുകൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നതെന്ന് മനസ്സിലായി, എത്ര മോഡ്യൂളിൻ്റെ ഫുഡ് ലാമ്പ് കൊടുക്കാമെന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല ടൈലിൻ്റെ, ഗ്രാനൈറ്റിൻ്റെ സ്കട്ടിങ്ങൾ എങ്ങനെ കൊടുക്കുന്നതിന് ശേഷം നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late.